ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബി, പ്രസിദ്ധനായ സ്വഹാബി, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് ബാനത്ത് സുആദു ചൊല്ല ബൈത്ത് പാടും. നിന്റെ നൃത്തത്തിൽ 57 തോള ബൈത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹാക്കിട്ട് ഇങ്ങനെ പാടും. പാടിയപ്പ ഇന്നർ റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു ചൊല്ലൊരു ആ ബൈത്ര ഉടകത്തിൽ അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണന ആക്കിയിട്ട് ലാസ്റ്റ് ചൊല്ല ഇതൊരു കടുകം പോലെയാണ്, നല്ല തിളക്കമുള്ള കടുകം പോലെയാണ്, ഇന്ത്യത്തിൽ നിർമ്മാണായങ്കത്തെ കടുകം പോലെയാണ് ചൊല്ലൊരു ബൈത്ത് പാടിയപ്പ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ കുസിയാവോട് ഒരു പുതപ്പ്, ഒരു ഷാൾ എടുത്തിട്ട് പുതപ്പിക്കിട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ എന്താക്കിനെൻ കേട്ടെങ്കിൽ മൗലിദോതി മദ്ഹ് ചെന്ന് ആ സദസ്സിൽ സന്നിധാനത്തിൽ മദ്ഹ് ചെന്നപ്പ കുസിയത്ത് എന്നിട്ട് തന്റെ ഷാൾ എടുത്തിട്ട് അയാൾക്ക് ഇങ്ങനെ പുതപ്പിച്ചിട്ട് അപ്പൊ ഈ ഷാളിന്റെ വലിയ ആദരവോടെ സൂക്ഷിച്ചു വന്നുകൊണ്ടിരുന്നത് സയ്യിദുനാ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. അപ്പൊ ലോകത്ത് തുല്യതയില്ലാത്ത മഹാനാണ് കഅബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടത്തെ ഈ സന്മാനം കിട്ടിയിട്ട് അപ്പൊ അങ്ങനെ ഇതിലെ ഭയങ്കര ആദരവോടെ സൂക്ഷിച്ചു വന്നുകൊണ്ടുണ്ട്. കാരണം കിട്ടിയത് ബുർദയാണ്, ഒരു ബുർദാൻ ചൊന്നെങ്കിൽ പുതപ്പാണ്. അങ്ങനെ എന്തായിട്ട് ചൊന്നെങ്കിൽ പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നപ്പ ഈ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹുവിന്റെ മുട്ട പോയിട്ട് കേക്കടേ, നിങ്ങൾ ആ പുതപ്പ് നക്ക് തണ്ടാറാ, പൈസ തണ്ടേ, ധർമ്മത്തുകല്ല, എത്ര പൈസ? ചില റിപ്പോർട്ടിൽ കണ്ട് എനിക്ക് 10,000 ദിർഹം തണ്ടേ, 10,000 ഉണ്ടല്ല, എത്ര പേനും തണ്ടേ, അത് കൊടുക്കുക പറ്റും. കാരണം മുആവിയ റളിയല്ലാഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫാണ്, അത്ര വലിയ ആളാണ്, വലിയ ആഡളിതാധികാരിയാണ്. അപ്പൊ അതുകൊണ്ട് ആ വസ്ത്രം നിങ്ങൾ നക്ക് തരണോ. കഅബ് റളിയല്ലാഹു കൊടുത്തില്ല. അയാൾ നിങ്ങൾ 10,000 ദിർഹം അല്ല 10,000 കോടി തന്നെങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസ്ത്രം നിങ്ങക്ക് തരണു ഞാൻ റെഡിയില്ല, കൊടുത്തേ ഇല്ല. ആർക്ക്? ഏറ്റവും വലിയ ഖലീഫയാണ് കേട്ടോണ്ടുള്ള കൊടുത്തില്ല. അങ്ങനെ മരണം വരെ കൊടുത്തില്ല. അയാൾ മരിച്ചൽ പിന്നെ മുആവിയ റളിയല്ലാഹു വിടൂല്ലേ, അയാൾ രണ്ടാമത് അയാൾ കൊണ്ടുണ്ട്, അയാൾ തന്നില്ലെങ്കിലും അയാൾ മക്കത്തുവാറ്. അങ്ങനെ അയാൾ മക്കളെ മുട്ട പോയിട്ട് അവസാനം ചില ഇമാമിയങ്ങളിലുള്ള 20,000 ദിർഹം കൊടുത്തു, ചില ആൾമാർ ചെന്നാറ് 30,000 ദിർഹം കൊടുത്തു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ബാനത്ത് സുആദ് കുൻഹുൽ മുറാജ് എന്ന പേരിൽ വ്യാഖ്യാനമുണ്ട്. ഇമാം ബാജൂരി റളിയല്ലാഹു വ്യാഖ്യാനമുണ്ട്. താരീഖുൽ ഖുലഫാ ചൊല്ലുന്ന സുയൂത്തി ഇമാമിന്റെ കിതാബുണ്ട്. ഇതിലെല്ലാം ചൊല്ലു. അങ്ങനെ ഈ മക്കളെ മുട്ട പോയിട്ട് കേൾക്കുന്നൊക്കെ തരണോ, അവസാനം അങ്ങ് കൊടുത്താറ്. പിന്നെ അത് മുആവിയ റളിയല്ലാഹു അൻഹുടെ ഒട്ടം ഇന്ന്. അപ്പൊ ഈ പുതപ്പിടെ അങ്ങ് എപ്പ ഇടാറും ചൊന്നെങ്കിൽ സാധാരണ ഷഹർ മുബാറക് അല്ല റബീഉൽ അവ്വൽ 12, 8 അങ്ങനെ ഇങ്ങനെ പ്രദർശനാക്കുന്നുണ്ട് കുറെ പക്ക. അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും വലിയ വലിയ ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ പെരുന്നാളെല്ലാം വന്നെങ്കിൽ അണ്ട് ഈ വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നത് ഈ പുതപ്പിട്ടിട്ടാണ് പണ്ടേ എല്ലാ വസ്ത്രത്തെ മേലില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഈ പുതപ്പിട്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ബനൂ ഉമയ്യത്ത് ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നാറ്. അങ്ങനെ വലിയ വലിയ നേതാക്കന്മാരെ മുട്ടാൻ അതിനെ നല്ല നല്ല പെരുന്നാളിലെ ടൈമിൽ ഇതിട്ടുകൊണ്ട് കൊണ്ടാറ്. ഇപ്പൊ അതില്ല, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാണ്. ബഗ്ദാദിൽ ഏറ്റവും വലിയ അക്രമം നടന്നിട്ട് താർത്താരികൾ ആക്രമണത്തിൽ ഈ വസ്ത്രം അങ്ങ് നഷ്ടപ്പെട്ടു പോയിട്ട് അതില്ലാണ്ടായി പോയിട്ട്. അപ്പൊ ഞാൻ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഷാൾ, ഒരു പുതപ്പ്, അതൊരു വെറും ഷാള് 50 രൂപ കിട്ടിയ ഒരാളുണ്ടല്ല, അത് തന്നത് ആരാണ്, അതാരെ വസ്തുവാണ്. അത് 50 അല്ല 500 അല്ല 5,000 കോടി കൊടുത്തെങ്കും അതിനാറ്റി അപ്പുറമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ വസ്ത്രത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഅർ മുബാറക് ചെറിയൊരു കഷ്ണം മുടി. അതര ಬಗ್ಗೆ ഇമാമിങ്ങൾ ചൊന്നാർ. ഇമാം ദഹബി അയാളെ സിയറു അഅലാമിൻ നുബലാ ചൊല്ല കിതാബിൽ വിശദീകരിക്കല് ഒരു പക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഅർ മുബാറക് ഉണ്ട് നീൻ കേട്ടെ, അത് നിക്ക് വേണുണ്ടുണ്ടു. അയാൾ ചൊന്തു നക്ക് ദുനിയാവേ തർന്നു, 5,000 കോടി തർന്നു ചൊന്തു പേരിക്ക. അങ്ങനെ മിത്തു അയാൾ ചൊന്നെങ്കിൽ അയാൾ മുസ്രിഫല്ല, അയാൾ ഇസ്രാഫാക്കിയ ആളല്ല. ഈ 5,000 കോടി കൊടുത്തിട്ടു ഞാൻ എടുക്കണമാ. എന്ത് 5,000 കോടി? 50,000 അല്ല, ഇടീ ദുനിയാവിലുള്ളതെല്ലാം അതിരപ്പുറവും അതിര 10 കൊടുത്തെങ്കിൽ ഈ ഒരു ഷഅർ മുബാറക്കിടെ വിലക്കതില്ല. എന്തേ? ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ അദമി. ഈ നേതാവില്ലെങ്കിൽ ദുനിയാവേ ഇല്ല, ഒന്നുമില്ല, ആകാശമില്ല, ഭൂമിയില്ല. അതുകൊണ്ട് ഇത്ര ചെറിയ ഷഅർ മുബാറക്ക് നീ 10,000 കോടി കൊടുത്ത വാവാൻ ചൊന്നിട്ടു ചൊല്ലക പോകണ്ട. ഇത് അതിരാട്ടി അപ്പുറത്തെ വിലയുള്ളതാണ്, അത്രയും വലിയ മഹത്വം ഉണ്ടോട്ട് ഇമാമിയങ്ങൾ എഴുതി വെച്ചാറ്.